ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിനെതിരായി ശക്തമായ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കേരളത്തിൽ. അതുകൊണ്ട് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ മതിയാവും. 20 സീറ്റും നമ്മൾ ജയിക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. മതനിരപേക്ഷത ഇന്ത്യയിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. എന്നാൽ ഇവിടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ്, കേരളത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ്സിന് ഒരിക്കലും മതനിരപേക്ഷത ശരിക്കും പാലിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അവർ ചാഞ്ചാട്ടത്തിൻ്റെ വഴിയിലേക്കാണ് പോകുന്നതെന്നുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിൽ രാജ്യത്ത് BJPക്ക് പകരമായി കേരളത്തിൻ്റെ പ്രതിനിധികളായി 20 പാർലമെൻറ്റ് മെമ്പർമാർ രാജ്യത്തിലെത്തുമ്പോൾ ആ 20 പേർ നമ്മുടെ രാജ്യത്തിന് മതേതര പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന ആളുകളായിരിക്കണമെന്ന് ജനങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട്. അതിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വിജയിപ്പിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് പൂർണ്ണ പ്രതീക്ഷ.